ഹായ് ഗായ്സ്. അപ്പോ നാളെ എൻ്റെ മോള് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. എല്ലാരും ഒന്ന് വിഷ് ചെയ്യണം, എല്ലാരും പ്രാർത്ഥിക്കണം. റൈറ്റ്? Yeah. ഓക്കെ. When you go right, I wish me right. I wish you in my ear now. എല്ലാം മനസ്സിലായില്ലേ? അപ്പോ അവള് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളെ നാട്ടിലെ LKG എന്നൊക്കെ പറയില്ലേ, പ്ലേ സ്കൂള്. അപ്പൊ ഫിലിപ്പീൻസില് സ്കൂളിൽ പോവാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും, എന്തൊക്കെ സാധനങ്ങളാണ് കരുതണ്ടേ എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, we just open what inside the cover. Yeah, I will cover. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു നേഴ്സറി കുട്ടിന്റെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളാണ്. അതൊരു ഫയലില് പടം വരയ്ക്കാനുള്ള പേപ്പറാന്ന് തോന്നുന്നുണ്ട്. കോപ്പി പേപ്പർ എന്നും പറഞ്ഞ് 2 നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇത് ബാഗ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനത്തെ വരയുള്ളതും വരയില്ലാത്ത പേപ്പറുകളുണ്ട്. പിന്നെ 4 ലൈനുള്ള പേപ്പർ, ഇതേപോലത്തുള്ള ബുക്ക്, ഇങ്ങനത്തെ ഒരു 6 എണ്ണം മേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇതേപോലെ വരയുള്ള 2 പാഡ് ബുക്ക് അത് മേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്ക് കഴിക്കാനുള്ള ടിഫിൻ ബോക്സ്, സ്കെയില്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ആ ഫയലില്ല, ആ ഫയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പൊട്ടിക്കലടാ. പിന്നെ 2 സെറ്റ് ക്രയോൺസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെൻസിൽ കണ്ടോ, ജംബോ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പെൻസിൽ. ഇത് ഇങ്ങനത്തെ വലിയ പെൻസിൽ. ഇതെന്തിനാണ് ഈ കുഞ്ഞി പിള്ളേർക്ക് ഇത്ര വലിയ പെൻസിൽ എന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ല. പിന്നെ ഒരു പശ വേണം എന്ന് പറഞ്ഞു, ഒരു പശ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പെൻസിലൊക്കെ കൂർപ്പിക്കാനുള്ള കട്ടർ. പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യണം പോലും. പിന്നെ ഒരു സോപ്പ് വേണം. പിന്നെ അതേപോലെ ഒരു മാറ്റ് ഇല്ലേ, നമ്മള് നിലത്തൊക്കെ വിരിക്കുന്ന, അങ്ങനത്തെ ഒരു മാറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനാന്ന് അറിയില്ല, അതൊന്നും മേടിക്കാൻ പറഞ്ഞത്. പിന്നെ ഇത് ഒരു ടിഷ്യൂ മേടിച്ച്. പിന്നെ ഈ പെൻസിലും റബ്ബറും കട്ടറൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ബോക്സ്, സോണിയുടെ ബോക്സ്. ഇതാണ് സ്കൂൾ യൂണിഫോമിന് പറ്റിയ ഷൂ സ്കൂളിലേക്കുള്ള. പിന്നെ 3 തരം യൂണിഫോം ഉണ്ട്. തിങ്കളാഴ്ച ഒരു യൂണിഫോം, ബുധനാഴ്ച ഒരു യൂണിഫോം, പിന്നെ ചൊവ്വാഴ്ച വേറെ യൂണിഫോം. അങ്ങനെ അതിങ്ങനെ വീണ്ടും. അതേപോലെ വെള്ളിയാഴ്ച നമ്മളെ PT ടൈം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സ്കൂളിൽ വെള്ളിയാഴ്ച കളിക്കാനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമാണിത്. ഇതൊന്നും ഞാൻ അയച്ചു നോക്കിയിട്ടില്ല. വെള്ളിയാഴ്ച ഇടാനുള്ള യൂണിഫോമാണ്. ഇതല്ലാതെ ദിവസങ്ങളിൽ ഇടാനുള്ള. എന്തായാലും ഇത് ഒരെണ്ണം കൂടെ മേടിക്കണം. ഇവളാണ് ആള്. എന്തായാലും ഇതൊക്കെ ചെറിയാക്കി കൊണ്ടുവരും. അപ്പൊ ഒരെണ്ണം കൂടെ മേടിക്കാം. ഇത്രയും സാധനങ്ങളാണ് നാളെ ഇപ്പൊ സ്കൂളിൽ പോണേന് ഇവക്ക് വേണ്ടി മേടിച്ച സാധനങ്ങൾ. ഇതൊക്കെ അവർ ലിസ്റ്റ് വന്നാണ് കേട്ടോ, സ്കൂളിൽ നിന്ന് ലിസ്റ്റ് വന്ന് പറയും. ഇത് ഭാഷ. ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി, സ്റ്റിക്കർ. ഇത് നല്ല രസമുണ്ടാ. ഇത് ഇവളുടെ പേര് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ എല്ലാം. യെസ്, ഓപ്പൻ. ഇതാണ് സ്റ്റിക്കർ. കണ്ടാ, അനിക കൃഷ്ണ എന്നുള്ള. ഇതിങ്ങനെ ഈ ടിഫിൻ ബോക്സിന്റെ പുറത്തും അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെക്കുക. അപ്പൊ പിന്നെ ഇനി അവിടെ ചെന്നിട്ട് ഓരോരോ കുട്ടികളുടെ കൂടെ പിന്നെ ഇടി കൂടണ്ടല്ലോ. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാലേ ഇത് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പൊ ഇനി ഓരോന്നിന്റെ മേലെ ഇടി പിടിക്കേണ്ട ആവശ്യമില്ല. ടിഫിൻ ബോക്സിന്റെ മേലെ, പിന്നെ സാനിറ്റൈസറിന്റെ ബോക്സിന്റെ അങ്ങനത്തെ അതിന്റെ മേലെ, അങ്ങനെ ഓരോന്നിന്റെ മേലെ. ഇനിയിപ്പോ ഇതിന്റെ മേലെ ഒട്ടിക്കാനുണ്ട്, പശേന്റെ മേലെ. ഓരോ സാധനത്തിന്റെ മേലെ ഒട്ടിച്ചു കഴിഞ്ഞാലേ ഈ കുട്ടികള് ഇടി ഉണ്ടാക്കൂല. ഇത് എന്റെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. നല്ല ചെറിയ കുട്ടികളാണ്. അപ്പൊ ഫിലിപ്പീൻസിലെ ബുക്ക് കണ്ടോ, ഇത് ഓൾറെഡി
ഇങ്ങനെ പൊതിഞ്ഞ പോലെ തന്നെ ഉണ്ടോ ബുക്ക്. അതിൽ തന്നെ നമുക്കിവിടെ പേര് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റ് എഴുതാം, ഗ്രേഡ് ആൻഡ് സെക്ഷൻ, ടീച്ചറുടെ പേര്, ക്ലാസ് ടീച്ചറുടെ പേരായിരിക്കും. ഇതെല്ലാ ബുക്കിന്റെ മുകളിലും ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്കിനി ഇത് പൊതിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. കൊള്ളാം അല്ലേ? എല്ലാ ബുക്കിന്റെ മുകളിലും ഉണ്ട്. കണ്ടോ, എല്ലാം പൊതിഞ്ഞതാ. കണ്ടോ, എല്ലാം പൊതിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. നല്ലോണം പഠിച്ചാ മതി NS. ഇതെന്തിനാന്ന് മനസ്സിലായത്? ചിലപ്പോ എഴുതി പഠിപ്പിക്കുന്ന ഇതിലായിരിക്കും അല്ലേ? ഇങ്ങനെ ഓരോ പേജ് ഇങ്ങനെ പറിച്ചു കളയാലോ. അപ്പൊ അതായിരിക്കും. Why are you throwing everything? Sorry, Daddy. I love you. Crayons. Sabina wouldn't crying. Sabina Tony Inosone Sabusi Sado. Sabu stickers. Inosone Sade Saba Pagu Suru Sabu Sane. The beer shoes and Musone. There is Kunado. ഇവിടെ സംസാരിക്കാനുള്ളത് മര്യാദക്കൊക്കെ സംസാരിക്കണം. പക്ഷെ ഇപ്പൊ ഏതാണ് ഭാഷ എന്നുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഏതാ ഭാഷ? ഓക്കെ. അപ്പൊ നാളെ സ്കൂളിൽ പോകുന്നുള്ള ബാക്കി വീഡിയോസ് നാളെ നമുക്ക് കാണാം. See you tomorrow. Okay, bye bye. Bye bye. Hello, good morning.